السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, സത്യവിശ്വാസികളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മളിവിടെ നോമ്പിന് മുമ്പ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അൽ അസ്മാ ഉൽ ഹുസ്ന വിശദീകരിച്ച് വരികയായിരുന്നു. അള്ളാഹുവിൻ്റെ കുറേ വിശിഷ്ട നാമങ്ങൾ ഇവിടെ ഈ വേദിയിൽ നമ്മൾ മനസ്സിലാക്കി. പ്രസ്തുത വിഷയം തുടർത്തുവാനാണ് ഇനി മുതൽ ഈ മഗ്‌രിബിന് ശേഷമുള്ള ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശം. കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കുക, അറിയുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും പ്രധാനവുമായ ഒരു വിഷയമാണ്. ഉണ്മയുടെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വിശിഷ്ടം. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ചുള്ള അറിവും അവനെ മനസ്സിലാക്കലും ഏറ്റവും വിശിഷ്ട കാര്യമാണ്, കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമങ്ങൾ, അതേപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ പ്രവൃത്തികൾ, ഇത് നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മാഹാത്മ്യം നമുക്ക് ഉൾക്കൊള്ളാനാവും. അള്ളാഹുവിൻ്റെ വലിപ്പവും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് മതി ആശ്രിതനായി, സഹായമർപ്പിക്കുന്നവനായി, ആരാധനകൾ അർപ്പിക്കുന്നവനായി, ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുകയും നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ നാമങ്ങളെ വിശദീകരിക്കുകയും അതിൻ്റെ തേട്ടങ്ങളെ അറിയിക്കുകയും അതിൻ്റെ വിധികൾ നമ്മെ ഉണർത്തുകയും ഒക്കെ ചെയ്തത്. ഇന്ന് ഈ വേദിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ മുഅ്മിൻ എന്ന നാമമാണ്. അള്ളാഹുവിന് അൽ മുഅ്മിൻ എന്ന നാമമുണ്ട്. ഈ നാമം എന്താണ് അർത്ഥമാക്കുന്നത്, തേടുന്നത്, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, സൂറത്ത് ഹശ്റിൽ ഹുവല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ, അള്ളാഹുവിൻ്റെ ഏതാനും നാമങ്ങൾ അള്ളാഹു അവിടെ കൊടുത്തു. അതിൽ അൽ മുഅ്മിൻ എന്ന നാമവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ മുഅ്മിൻ എന്ന നാമം അത് എന്താണ് അർത്ഥമാക്കുന്നത്, തേടുന്നത്, അതിൻ്റെ വിധി എന്ത്, ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അൽ മുഅ്മിൻ എന്ന നാമത്തിന് കുറേ ആശയങ്ങളുണ്ട്, കുറേ അർത്ഥതലങ്ങളുണ്ട്. അതിൽ ഒന്ന്, അള്ളാഹു
അവൻ്റെ അംബിയ മുർസലീങ്ങളെ, നബിമാരെ സത്യപ്പെടുത്തും, അവർക്ക് മുഅ്ജിസത്ത് നൽകിക്കൊണ്ട്. നബിമാർ അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശവാഹകരാണ് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ ഉതകും വിധമുള്ള മുഅ്ജിസത്തുകളെ അള്ളാഹു നൽകിക്കൊണ്ട് നബിമാരെ സത്യപ്പെടുത്തുന്നവൻ. ഇതാണ് അൽ മുഅ്മിൻ എന്നതിൻ്റെ ഒരാശയം. അത് മനസ്സിലാക്കാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ ഇവിടെ അനുസ്മരിക്കാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന സഹീഹായ ഹദീസ്. പ്രസ്തുത ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയാണ്, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫറിൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു യാത്രയിലാണ്. ഫഅഖ്ബല അറാബിയുൻ, അപ്പോൾ ഒരു അറാബി, ഗ്രാമീണ അറബി ആഗതനായി. അങ്ങനെ ഫലമ്മ ദനാ മിൻ, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളോട് ഈ അറാബി അടുത്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ അറാബിയോട് ചോദിച്ചു, ഐന തുരീദ്, നീ എവിടേക്കാ പോണത്, നിന്റെ ഉദ്ദേശം എന്ത്? അപ്പൊ ഖാല, അറാബി പറഞ്ഞു, ഇലാ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തേക്ക് പോവാൻ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഹല്ലക ഇലാ ഖൈരിൻ, സുഹൃത്തേ ഒരു നന്മ പറഞ്ഞുതരാം, അത് കേൾക്കാൻ തയ്യാറുണ്ടോ? അപ്പൊ ഖാല, അറാബി ചോദിച്ചു, വമാഹു, എന്താണ് ഖൈർ? അപ്പൊ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇതാണ് ഖൈർ. നീ അംഗീകരിക്കേണ്ടുന്ന, നീ കേൾക്കേണ്ടുന്ന ഖൈർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഈ സാക്ഷ്യം നീ വഹിക്കലാണ് നീ കേൾക്കേണ്ട ഖൈർ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ഓതി, ആറാബിയോട്. അപ്പൊ ഖാൽ, ആറാബി ചോദിച്ചു, ഹൽ മിൻ ഷാഹിദിൻ അലാ മാ തഖൂൽ, ഹൽ മിൻ ഷാഹിദിൻ അലാ മാ തഖൂൽ, മുഹമ്മദ് നിങ്ങൾ പറയുന്നു ഇത് ഖൈറാണെന്ന്, നന്മയാണെന്ന്, നിങ്ങൾ ഈ പറയുന്നതിന് വല്ല സാക്ഷിയുണ്ടോ? വല്ല സാക്ഷിയുമുണ്ടോ നിങ്ങൾ ഈ പറയുന്നതിന്? അതായത് അള്ളാഹു ആകുന്നു യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ, അവനല്ലാതെ ആരാധ്യനില്ല, അവന് യാതൊരു പങ്കുകാരുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ അബ്ദാണ്, ദാസനാണ്. ഇത് സാക്ഷ്യം വഹിക്കലാണ് നന്മ എന്നാ പറയുന്നത്. അതിന് വല്ല സാക്ഷിയും നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദിഹി സമുറ, അതാ ആ വൃക്ഷം, ഒരു മരം കാണിച്ചിട്ട്, പ്രത്യേക മരം, അത് കാണിച്ചിട്ട് പറയണം, ആ വൃക്ഷം എനിക്ക് സാക്ഷിയാണ്. ഫദഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ബിശാതിഇൽ വാദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരത്തെ വിളിച്ച്, ആ മരം എവിടെയുള്ളത്? ബിശാതിഇൽ വാദി, താഴ്വാരത്തിന്റെ ഒരറ്റത്താണ്. താഴ്വാരം, അതിന്റെ ഒരു കരയിലാണ് ആ വൃക്ഷം നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരത്തെ വിളിച്ചു. ഹദീസിൽ കാണാം, ഫഅഖ്ബലത് തഖുദ്ദുൽ അർള ഖദ്ദൻ ഹത്താ കാനത് ബൈന യദൈ. ആ വൃക്ഷം, അത് തിരുനബിയുടെ ആ ക്ഷണത്തിൽ അത് വന്നു. എങ്ങനെ വന്നു? തഖുദ്ദുൽ അർള ഖദ്ദ, ഭൂമിയെ പിളർത്തിക്കൊണ്ട് വന്നു. ഹത്താ കാനത് ബൈന യദൈ, എന്നിട്ട് ആ വൃക്ഷം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലായിട്ട് നിന്നു. മുന്നിലെത്തോളം അതുകൊണ്ട് വന്നു. ഫസ്തശ്ഹദഹാ സലാസൻ, നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം ആ മരത്തിനോട് 3 തവണ ഷഹാദത്ത് ആവശ്യപ്പെട്ടു. ഷഹാദത്ത് ആവശ്യപ്പെട്ടു. എന്താ ഈ ഷഹാദത്ത് ആവശ്യപ്പെട്ടത്? ഞാൻ നബിയാണ് എന്നതിനുള്ള ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നുള്ള സാക്ഷ്യം, അത് ഖൈറാണ്, അത് അംഗീകരിച്ചാൽ നന്മയാണ്.
ഇതിനുള്ള സാക്ഷ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ ആ വൃക്ഷത്തോട് ആവശ്യപ്പെട്ടത്. ഫശഹിദത് അന്നഹു കമാ ഖാൽ, ഫശഹിദത് ആ വൃക്ഷം സാക്ഷ്യം മൊഴിഞ്ഞു, അന്നഹു കമാ ഖാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെയാണ് കാര്യം എന്നതിന്. സുമ്മ റജഅത് ഇലാ മൻബതിഹ, ഈ സാക്ഷ്യം മൊഴിഞ്ഞതിന് ശേഷം വൃക്ഷം വന്ന വഴിയെ അത് മുളച്ച് ഉണ്ടായ ആ സ്ഥലത്തേക്ക് മടങ്ങി. വറജഅൽ അറാബിയു ഇലാ ഖൗമി, ഇത് കേട്ടതോടുകൂടി അറാബിക്ക് വേണ്ടിയാണല്ലോ ഈ സാക്ഷ്യം, അയാളുടെ ഗോത്രത്തിലേക്ക് മടങ്ങുകയാണ്. പക്ഷെ അറാബി പറഞ്ഞു, ഈ യത്തബിഊനി അതൈതുക ബിഹിം വഇല്ലാ റജഅതു ഇലൈക ഫകുൻതു മഅക. മുഹമ്മദ്, ഞാൻ എൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങുകയാണ്, ഗോത്രക്കാരെ ഞാൻ ക്ഷണിക്കും, അവരെൻ്റെ കൂടെ വന്നാൽ ഞാൻ അവരായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരും. അവർ വരാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ കുൻതു മഅക, ഞാൻ നിങ്ങളോടൊത്ത് ഒരു മുസ്ലിം ആയിട്ടുണ്ടാകും എന്ന് അറാബി പറഞ്ഞു. ഈ ഹദീസ് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഇമാം ഇബ്നു ഹിബ്ബാനും മറ്റൊക്കെ സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുഅ്മിനാണ്. അല്ലാഹു അൽ മുഅ്മിനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു താല്പര്യം, പല താല്പര്യങ്ങളിൽ പല തേട്ടങ്ങളിൽ ഒരു തേട്ടം, അല്ലാഹു അവൻ്റെ നബിമാരെ അവർ പറയുന്ന വിഷയങ്ങളിൽ, വൃത്താന്തങ്ങളിൽ, അള്ളാഹുവിൽ നിന്ന് അവർ എത്തിക്കുന്ന വിഷയങ്ങളിൽ അള്ളാഹു മുഅ്ജിസത്ത് നൽകിക്കൊണ്ട് നബിമാരെ സത്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണം അത്. ഇവിടെ നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറാബി ചോദിക്കുകയാണ്, നീ പറയുന്നതിന് ആരാ സാക്ഷി? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയായി ഒരു വൃക്ഷത്തെ നിയോഗിക്കുകയാണ്. ഇതേപോലെ മറ്റൊരു സംഭവം അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ നിവേദനം ചെയ്യുന്ന ഹദീസ്. ബനു ആമിർ ഗോത്രത്തിൽ നിന്നൊരു വ്യക്തി തിരുസവിധത്തിലെത്തി. ജാഅ റജുലുൻ മിൻ ബനി ആമിർ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നഹു യുദാവി വയുആലിജ്. ബനു ആമിർ ഗോത്രക്കാരനായ വ്യക്തി ഒരു ചികിത്സ നൽകുന്നവനെ പോലെയാണ്, ഒരു ട്രീറ്റ്മെന്റ് ഡോക്ടറെ പോലെയാണ് തിരുസവിധത്തിലേക്ക് എത്തിയത്. ഫഖാല, മനുഷ്യൻ പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നക തഖൂലു അഷ്യ, മുഹമ്മദ് നിങ്ങൾ ചിലതൊക്കെ പറയുന്നു. ഹല്ലക അൻ ഉദാവിക്, ഞാൻ നിങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നാണ്, നിങ്ങൾ അതിന് ഒരുക്കണ്ടോ? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ ആളുകളെ തൗഹീദിലേക്കും അതേപോലെ നുബുവത്തിലേക്കും ഒക്കെ ക്ഷണിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു വരുത്തുന്നത് എന്താ? മുഹമ്മദ് സാഹിറാണ്, മുഹമ്മദ് മജ്നൂനാണ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം, മുഹമ്മദ് കാഹിനാണ്, അബ്തറാണ്, കെദ്ദാബാണ്, ഇങ്ങനെ വ്യാജവാർത്തകളാണ്. അപ്പോൾ ഇതിൽ മസ്ഹൂർ, കാഹിൻ, അതേപോലെ രോഗി, ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഈ ബനു ആമിർ ഗോത്രക്കാരൻ അദ്ദേഹം ഒരു ഡോക്ടറെ പോലെ, വൈദ്യനെ പോലെ വന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഫദഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലല്ലാഹ്, റസൂലുള്ളാഹിനെ ചികിത്സിക്കാമെന്ന ആ വൈദ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, ദഅവത്ത് നടത്തി. എന്നിട്ട് തിരുദൂതർ ആ ബനു ആമിർ ഗോത്രക്കാരനോട് പറഞ്ഞു, ഹല്ലക അൻ ഉരിയക ആയ, സുഹൃത്തെ ഞാനൊരു ദൃഷ്ടാന്തം നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് കാണാൻ നിങ്ങൾ തയ്യാറാണോ? വഇൻദഹു നഖ്ലുൻ വശജർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈത്തപ്പനുണ്ട്, അതേപോലെ കുറേ വൃക്ഷങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഖം മിൻഹാ, ആ ഈത്തപ്പനകളിൽ നിന്ന് ഒരു ഈത്തപ്പനക്കുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ക്ഷണിച്ചു. فأقبل إليه وهو يسجد ويرفع رأسه ويسجد ويرفع رأسه حتى انتهى إليه صلى الله عليه وسلم فقام بين يديه. പ്രണമിച്ചുകൊണ്ടും തല ഉയർത്തിക്കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച ആ ഇദ്ഖ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പന കൊലക്കും പറയും, ഈത്തപ്പനക്കും പറയും. പ്രണമിച്ചുകൊണ്ടും തല ഉയർത്തിക്കൊണ്ടും
ആ ഇദ്ഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് അത് നിൽക്കുകയും ചെയ്തു. സുമ്മ ഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, പിന്നെ ഈ ആഗതമായ ഇദ്ഖിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർജി ഇലാ മക്കാനിക്, നീ വന്നിടത്തേക്ക് മടങ്ങിക്കോ എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ഫഖാലൽ ആമിരി, ആ ബനു ആമിർ ഗോത്രക്കാരൻ റസൂലുള്ളാഹിനെ ട്രീറ്റ് ചെയ്യാമെന്ന മനുഷ്യൻ, അയാൾ പറഞ്ഞു, വല്ലാഹ് ലാ ഉകദ്ദിബുക ബിശൈഇൻ തഖൂലുഹു അബദൻ, അല്ലാഹുവാണ് സത്യം, മുഹമ്മദ് നിങ്ങൾ ഇനി പറയുന്ന ഒന്നും ഞാൻ കളവാക്കൂല ഒരിക്കലും. എന്നിട്ട് ഈ ബനു ആമിർ ഗോത്രക്കാരൻ തന്റെ ഗോത്രക്കാരോട് പറയാണ്, യാ ആല ആമിർ ഇബ്നു സഅസഅ വല്ലാഹി ലാ ഉകദ്ദിബുഹു ബിശൈഇൻ. അദ്ദേഹത്തിന്റെ ഗോത്രക്കാരോട് പറയുകയാണ്, ആല ആമിർ ഇബ്നു സഅസഅ, ഗോത്രത്തിന്റെ പേരാണ്, അള്ളാഹുവാണ് സത്യം, മുഹമ്മദ് എന്ത് പറഞ്ഞാലും ഇനി ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കും. അപ്പൊ ഇവിടെ ഈ സംഭവം സഹിഹായി ധരിക്കപ്പെടുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഭ്രാന്താണ്, രോഗാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം ശത്രുക്കൾ പറഞ്ഞു പരത്തിയപ്പോൾ ഒരു ബനു ആമിർ ഗോത്രക്കാരൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഭ്രാന്തുമില്ല, രോഗമല്ല, വ്യാജ പ്രചരണം. ഈ ബനു ആമിർ ഗോത്രക്കാരനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തി. എന്നിട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തിന് ഒരു ദൃഷ്ടാന്തം കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സത്യമാണ്, സത്യപ്രവാചകനാണ്. ആരാ ഈ ദൃഷ്ടാന്തം അവിടെ അവതരിപ്പിച്ചത്? ആരാണ് ആ വൃക്ഷത്തിന്റെ, ആ ഈത്തപ്പനയുടെ കൊലയെ അല്ലെങ്കിൽ ഈത്തപ്പനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുകൂല സാക്ഷിയായിട്ട് അവതരിപ്പിച്ചത്? അത് അല്ലാഹുവാണ്. അതാണ് അൽ മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർ അല്ലാഹുവിൽ നിന്ന് എന്ത് പറയുന്നുവോ അതിനെ സത്യപ്പെടുത്തുവാൻ മുഅ്ജിസത്ത് നൽകി നബിമാരെ സത്യപ്പെടുത്തുന്നവനാണ് എന്ന് പറയുന്നത്. കുറേ ഉദാഹരണങ്ങൾ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ഗ്രാമീണൻ വന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ദഅവത്ത് നടത്തി, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഉടനെ അയാളുടെ ചോദ്യം, ബിമാ ആരിഫ് അന്നക നബി, ബിമാ ആരിഫ് അന്നക നബി, മുഹമ്മദ് നിങ്ങൾ നബിയാണ് എന്നുള്ളത് ഞാൻ എങ്ങനെ അറിയും, എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഈ അറാബികളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമീണതയുടെ ആ പ്രത്യേകതയിലാണ് അവരുടെ വളർച്ച. മനസ്സിലായി? ഇപ്പം തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ നോക്കി, നിങ്ങൾ എല്ലാവരും ഇരുന്ന് ക്ലാസ് കേൾക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളുടെ വിവരങ്ങൾ അന്വേഷിച്ച് സലാം തന്ന് കണ്ട, അതൊരു അവരുടെ ആ ഒരു പ്രത്യേകതയാണ്. ജസാകുമുല്ലാഹു ഖൈർ. ഇതേപോലെയാണ് അറാബികൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചപ്പോൾ, ബിമാ ആരിഫ് അന്നക നബി, നിങ്ങൾ നബിയാണെന്നുള്ളത് ഞാൻ എങ്ങനെ അറിയും, മനസ്സിലാക്കും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയാണ്, ഇൻ ദഅഉതു ഹാദൽ ഇസ്ഖ് മിൻ ഹാദിഹി നഖല തശ്ഹദു അന്നി റസൂലല്ലാഹ്, ഞാൻ ഈ ഈത്തപ്പന, അതിൽ നിന്ന് ആ ഈത്തപ്പന കൊലയെ ഇങ്ങോട്ട് വിളിച്ചാൽ അതിൻ്റെ അടുക്കലേക്ക് വന്ന ഞാൻ അള്ളാന്റെ റസൂലാണ് എന്നുള്ളത് നീ സാക്ഷ്യം വഹിക്കുക? അപ്പൊ അയാൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഫദഅഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅല യൻസിലു മിനൻ നഖലതി ഹത്താ സഖത ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഈത്തപ്പന കൊല എന്ത് ചെയ്ത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇറങ്ങി, അത് റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പറഞ്ഞു, ഇർജി ഫഅദ്, ആ ഈത്തപ്പനക്കൊലയോട് മടങ്ങാൻ പറഞ്ഞപ്പോൾ ഈത്തപ്പനക്കൊല അത് ഈത്തപ്പനയിലേക്ക് തന്നെ മടങ്ങി. ഫഅസ്ലമൽ അറാബി, അതോടുകൂടി അറാബി ഇസ്ലാം ഉൾക്കൊണ്ട്. ഇവിടെ അല്ലാഹു അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ അല്ലാഹു നബിമാരെ സത്യപ്പെടുത്തും, ശക്തിപ്പെടുത്തും. എങ്ങനെ? അല്ലാഹുവിൽ നിന്ന് അവർ എത്തിക്കുന്ന വിഷയത്തിൽ നബിമാർ സത്യവാന്മാരാണെന്ന് അറിയിക്കുന്ന വിധത്തിലുള്ള മുഅ്ജിസത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചുകൊണ്ട് ആ ഒരു ആശയം മുഅ്മിൻ എന്ന നാമത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ചില ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ കേട്ടത്. ഇനി അൽ മുഅ്മിൻ എന്ന നാമത്തിന്റെ മറ്റൊരു ആശയം, അല്ലാഹു മർദ്ദിതരെ സഹായിക്കുന്നവനാണ്. മർദ്ദകർക്കെതിരിൽ അക്രമിയുണ്ട്, ആക്രമിക്കപ്പെടുന്നവനുണ്ട്. അല്ലാഹു അക്രമിക്കെതിരിൽ ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താ?
ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീർ വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ഒരുവന്റെ കൈവശത്താണ്, അള്ളാഹുവിന്റെ കൈവശത്താണ്. ഇത് പറയാം. അള്ളാഹു ആരാണ്? ഹുവൽ അള്ളാഹു വഹുവ യുജീർ വലാ യുജാറു അലൈഹി. അള്ളാഹു അഭയം നൽകും, അള്ളാഹു സഹായിക്കും. വലാ യുജാറു അലൈഹി, അള്ളാഹുവിനെതിരിൽ സഹായമല്ല. അള്ളാഹുവിനെതിരിൽ ഒരു ഭാഗത്തു നിന്നും ഒരാളിൽ നിന്നും ഒരു സഹായവും ലഭിക്കൂല. അള്ളാഹിനെ തോൽപ്പിക്കാൻ മാത്രം സഹായമല്ല, പക്ഷെ അള്ളാഹു സഹായിക്കും. ഈ ഒരാശയം അൽ മുഅ്മിൻ എന്ന നാമത്തിനുണ്ട്. അള്ളാഹു സഹായിക്കും. ആരെ സഹായിക്കും? സഹായം അർഹിക്കുന്നവരെ അള്ളാഹു സഹായിക്കും. വിശിഷ്യ മർദ്ദകർക്കെതിരിൽ മർദ്ദിതരെ, അക്രമികൾക്കെതിരിൽ ആക്രമിക്കപ്പെട്ടവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇമാം ബുഖാരി സഹീഹിൽ അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ആ ഹദീസിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സാറ അലൈഹിസ്സലാമയും അവരുടെ ആ ഹിജ്റയിൽ അവരൊരു ദുഷ്ടനായ, അക്രമിയായ, പോക്കിരിയായ ഭരണാധികാരിയുടെ അടുക്കലെത്തിയതാണ് സംഭവം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്, സാറ അലൈഹിസ്സലാമയുണ്ട്. അവർ പലായനത്തിലാണ്. അവർ ഹദീസിൽ കാണാം, ഇത് അല ജബ്ബാരിൻ മിനൽ ജബാബിറ എന്നാണ്. ഒരു പോക്കിരിയായ, അഹങ്കാരിയായ ഭരണാധികാരിയുടെ അടുക്കൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എത്തി. ആ നാട്ടിലെത്തി എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഫഖീല ലഹു, ആ ഭരണാധികാരിയോട് പറയപ്പെട്ടു, ഇന്ന ഹാഹുന റജുലൻ മഅഹു ഇംറഅത്തുൻ മിൻ അഹ്സനിൻ നാസ്. ഇന്ന ഹാഹുന റജുൽ, നമ്മളെ നാട്ടിൽ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്. വമഅഹു ഇംറഅതുഹു വമഅഹും ഇംറഅത്തുൻ, മൂപ്പരുടെ കൂടെ മൂപ്പരുടെ ഭാര്യയുണ്ട്. മിൻ അഹ്സനിൻ നാസ്, വലിയ സുന്ദരിയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാജറയും ഹിജ്റയിലാണ്. ഒരു അക്രമിയായ ഭരണാധികാരിയുടെ നാട്ടിലായ അവരെത്തി. അപ്പൊ ഭരണാധികാരിക്കുള്ള ഇൻഫർമേഷൻ, അറിയിപ്പാണ്, നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു, മൂപ്പരുടെ കൂടെ മൂപ്പരുടെ ഭാര്യയുണ്ട്. വലൈക്കും സലാം, വളരെ സുന്ദരിയാണ്. ഇതാണ് അവിടെ കൊടുത്ത വിവരം. ഫഅർസല ഇലൈഹി ഫസഅലഹു അൻഹ, ഇബ്രാഹിം നബിനെ വിളിക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബി വന്ന് ഈ ഭരണാധികാരി ഫസഅലഹു അൻഹ, ഭാര്യനെ കുറിച്ച് ചോദിച്ചു. അതാരാണ്? മൻ ഹാദിഹി, ആരാ നിന്റെ കൂടെയുള്ള പെണ്ണ്? ഖാല, അബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഉഖ്തി, അതെന്റെ സിസ്റ്ററാണ്, സഹോദരിയാണ്. ഇത് പറഞ്ഞു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറയുടെ അടുക്കലേക്ക് വന്നു. ഫഅതാ സാറ, ഇബ്രാഹിം അത് പറഞ്ഞതിന് ശേഷം അലൈഹിസ്സലാം സാറയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഇബ്രാഹിം നബി സാറയോട് പറഞ്ഞു, യാ സാറ, ലൈസ അലാ വജ്ഹിൽ അർദി മുഅ്മിനുൻ ഗൈരി വഗൈറകി വഇന്ന ഹാദാ സഅലനി ഫഅഖ്ബർതുഹു അന്നകി ഉഖ്തി ഫലാ തുകദ്ദിബീനി. സാറിനോട് പറഞ്ഞു, ആ ഭരണാധികാരി എന്നെ വിളിച്ചു, എന്നിട്ട് നിന്നെ കുറിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നീ എൻ്റെ സഹോദരിയാണ് എന്നാണ്. കാരണം എന്താ? ലൈസ അലാ വജ്ഹിൽ അർളി മുഅ്മിനുൻ ഗൈരി വഗൈറകി, ഈ ഭൂമിക്കുപരിയിൽ ഞാനും നീയുമല്ലാതെ മറ്റൊരു മുഅ്മിനില്ല. അപ്പൊ ആദർശത്തിൽ എനിക്ക് സഹോദരിയാണ് നീ, ഭാര്യയാണ്, പക്ഷെ ആദർശത്തിൽ ഉഖ്തുവാണ്, സഹോദരിയാണ്. അതുകൊണ്ട് ഫലാ തുകദ്ദിബീനി, ഞാൻ കളവ് പറഞ്ഞു എന്ന് നീ പറയരുത്. ഇതാണ് ആര് പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യ സാറയോട് പറഞ്ഞത്. ആദർശ സഹോദരിയാണ്. മറ്റൊരു പെണ്ണ് ആദർശത്തിൽ എവിടെയല്ല, ഈ ഭൂമിക്കുപരിയിലില്ല. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സാറയോട് പറഞ്ഞു. ആ ഭരണാധികാരി എന്ത് ചെയ്തു? ഫഅർസല ഇലൈഹ, സാറിനെ കൊണ്ടുവരാൻ പറഞ്ഞു. فلما دخلت عليه ذهب يتناولها بيده فأخذ
സാറ ഈ ഭരണാധികാരിയുടെ അടുക്കലേക്ക് പ്രവേശിച്ചപ്പോൾ സാറയുടെ സൗന്ദര്യം വളരെ സുന്ദരിയായിരുന്നു. സാറ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ സുന്ദരനായിരുന്നു. സാറയെ കണ്ടപ്പോൾ ഈ ഭരണാധികാരി സാറയെ പിടിക്കാൻ ചെന്നു. പക്ഷേ സാറയെ പിടിക്കാൻ ആയുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ പിടിക്കപ്പെട്ടു. അയാൾക്ക് അനങ്ങാൻ കഴിയണില്ല. അപ്പൊ ആ വ്യക്തി ഭരണാധികാരി സാറയോട് പറയാണ്, ഉദുഇല്ല ലി വല അദുറുക്കി. സാറിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യും, ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കൂല. കാരണം എന്താ, സാറയെ പിടിക്കാൻ വേണ്ടി ചെന്നാണ്. പക്ഷേ അയാളെ പിടിക്കപ്പെട്ടു. അയാൾ അള്ളാഹു ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ ബന്ദിയാക്കി. അയാൾക്ക് അനങ്ങാൻ പറ്റണില്ല. അപ്പൊ പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ സാർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ വ്യക്തി പിടിക്കപ്പെട്ടതിൽ നിന്ന് മോചിതനായപ്പോൾ വീണ്ടും ഈ അക്രമി സുമത്തനാവല ഹാസാനിയ വീണ്ടും പിടിക്കാൻ ചെന്ന്. ആരെ? സാറയെ. അപ്പൊ ആദ്യം അയാൾ പിടിക്കപ്പെട്ടതിനേക്കാൾ കഠിനമായി പിടിക്കപ്പെട്ടു. കാരണം അയാൾ ശിക്ഷിക്കപ്പെട്ടു, അനങ്ങാൻ പറ്റണില്ല. അപ്പൊ വീണ്ടും അയാൾ ഉദഇല്ല ലി വല അദുറുക്കി, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കൂല എന്ന് വീണ്ടും സാറയോട് ഈ അക്രമിയായ ഭരണാധികാരി കേണു. വീണ്ടും സാറ അലൈഹിസ്സലാം അയാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അയാൾ താൻ ബന്ധിക്കപ്പെട്ടതിൽ നിന്ന് മോചിതനായി. അപ്പൊ ഈ ഭരണാധികാരി തന്റെ ചില പാറാവുകാരെ വിളിച്ചു. എന്നിട്ട് ഫഖാൽ, അയാൾ പറഞ്ഞു, ഇന്നക്കും ലം തഅതൂനി ബി ഇൻസാൻ ഇന്നമ അതൈതുമൂനി ബി ശൈത്താൻ. നിങ്ങളൊരു മനുഷ്യനല്ല കൊണ്ടുവന്നിട്ടുള്ളത്, നിങ്ങളൊരു ശൈത്താനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എന്താ, ഇയാൾ സാറയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പിടിക്കാൻ ചെല്ലുമ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്, ബന്ധിക്കപ്പെടുകയാണ്, അനങ്ങാൻ പറ്റണില്ല. പിന്നെ അയാൾ സാറയോട് ആവശ്യപ്പെടുകയാണ്, നീ ദുആ ചെയ്യേ, ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നും ചെയ്യൂല. മനസ്സിലല്ലേ? അപ്പൊ പാറാവുകാരോട് പറയാണ്, നിങ്ങൾ കൊണ്ടുവന്ന ഒരു മനുഷ്യനല്ല, നിങ്ങൾ കൊണ്ടുവന്നത് ഒരു ശൈത്താനാണ്. ഈ രാജാവ് ദേഷ്യത്തിൽ പറയാണ്. പക്ഷേ ഹദീസിന്റെ ലഫ്ദിൽ കാണാം, ഹാജർ. ഈ രാജാവിന് മനസ്സിലായി സാറ ചില്ലറക്കാരിയല്ല, എന്തോ അവർക്കുള്ള ഒരു ആദരവ് ഇയാൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഹാജർ, ആ രാജകൊട്ടാരത്തിൽ ഹാജർ എന്ന് പറയുന്ന ഒരു മഹദി ഉണ്ടായിരുന്നു. ആ മഹദിയെ ഈ സാറക്കുള്ള വൃത്തിയാക്കിയിട്ട് നിശ്ചയിച്ചു കൊടുത്തു. സേവകയായിട്ട് അയാൾ നൽകി, സമ്മാനമായിട്ട് നൽകി. ഹാജർ അലൈഹിസ്സലാം ഉമ്മ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയായ ഹാജർ. ഇങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എങ്ങനെ? സാറ അലൈഹി സ്വലാത്തു വസ്സലാമയെ കടന്നു പിടിക്കാൻ വേണ്ടിയിട്ട് ആ അക്രമിയായ ഭരണാധികാരി ചെന്നപ്പോൾ അള്ളാഹു സാറയെ രക്ഷപ്പെടുത്തി അക്രമിയെ പിടികൂടി. സാറക്കുള്ള ആദരവ് മനസ്സിലാക്കിയ ഈ അക്രമി സാറക്ക് നൽകിയ സമ്മാനാണ് ഹാജർ. അങ്ങനെ ഹദീസിന്റെ ബാക്കിയിൽ എന്താ ഉള്ളത്? ഈ സമ്മാനം ഹാജറിന് കിട്ടിയ സാറ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുകയാണ്. അപ്പോ സാറ ഏറെ നിർവൃതിയിൽ, സന്തോഷത്തിൽ, സമാധാനത്തിലാണ് ചെല്ലുന്നത്. കാരണം എന്താ, ഇങ്ങനെ രണ്ട് ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഹാജറിനെ സമ്മാനമായിട്ട് കിട്ടി. പിന്നെ പല അത്ഭുതങ്ങളും കണ്ടില്ലേ കൊട്ടാരത്തിൽ, അയാൾ ബന്ധിക്കപ്പെട്ടതും ഇതൊക്കെ. അപ്പൊ ആ തിരക്കിലാണ് ഹാജർ വരുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കാണ്. അപ്പൊ ഇബ്രാഹിം കൈകൊണ്ട് കാണിച്ചു സാവകാശം കാണിക്കാൻ, അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സാറ ഇബ്രാഹിം നബിയോട് പറയാണ്, റദ്ദല്ലാഹു കൈദൽ കാഫിർ അവിൽ ഫാജിർ. കാഫിറിന്റെ കുതന്ത്രം അള്ളാഹു തള്ളിയിരിക്കുന്നു, ഫീ നഹരിഹി, അവന്റെ നെഞ്ചിലേക്ക്. വഅഖ്ദമ ഹാജർ, റദ്ദല്ലാഹു കൈദൽ കാഫിർ വഅഖ്ദമൽ ഹാജർ. അള്ളാഹു ആ കാഫിറിന്റെ കുതന്ത്രം അവന്റെ നെഞ്ചിലേക്ക് മടക്കിയിരിക്കുന്നു, ഹാജറിനെ ഒരു വൃത്തിയായിട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ആര് പറഞ്ഞത്? സാറ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്.
ഈ വിഷയത്തിൽ. ഹദീസിൻ്റെ പല ലഫ്തുകളിലും ചില വ്യത്യാസങ്ങൾ അതോടുകൂടി തന്നെ വേറെ റിവായത്തുകൾ കാണാം. ഇവിടെ ഞാൻ ഈ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അൽ മുഅ്മിൻ എന്ന പേരുള്ളതാണ്. ഹാജറിനെ പിന്നീട് സാറ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സമ്മാനിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറയെ തൻ്റെ ഭാര്യയായി, ഹാജറിനെ ഭാര്യയായി സ്വീകരിച്ചു. അതിലാണ് ഇസ്മായിൽ കുട്ടി ഉണ്ടായത്. സാറയിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇസ്ഹാഖ് കുട്ടിയും ഉണ്ടായി. മനസ്സിലായോ? അത് പിന്നെ മറ്റ് വിശാലമായ ചരിത്രം, നമുക്കൊക്കെ അറിയണ ചരിത്രം. ഇവിടെ നമ്മുടെ വിഷയം അല്ലാഹു അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ ആ നാമം അർത്ഥമാക്കുന്നത് എന്ത്, തേടുന്നത് എന്ത്? അതിന് രണ്ടാമത്തെ അർത്ഥവും തേട്ടവും അല്ലാഹു അക്രമിക്കെതിരിൽ അക്രമത്തിനിരയായവനെ സഹായിക്കും, മർദ്ദകനെതിരിൽ മർദ്ദിതനെ സഹായിക്കും. അങ്ങനെ സഹായം നൽകുന്നവനാകുന്നു, രക്ഷ നൽകുന്നവനാകുന്നു അല്ലാഹു. ആ അർത്ഥത്തിൽ അൽ മുഅ്മിൻ എന്ന അല്ലാഹുവിൻ്റെ നാമം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ നാമത്തിന്, അൽ മുഅ്മിൻ എന്ന നാമത്തിന് ആ ഒരാശയം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇനി മറ്റൊരു ആശയം, അർത്ഥം, അൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അംന് നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ, അതേപോലെ തുമഅനീനത്ത്, സമാധാനം അത് കനിയുന്നവൻ. ഇതാണ് അൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം. മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും, അല്ലാഹു സമാധാനം അരുളുകയും ചെയ്യും. ആർക്കാണ് അല്ലാഹു നിർഭയത്വം നൽകുക? ആർക്കാണ് അല്ലാഹു സമാധാനം കനിയുക? അതർഹിക്കുന്ന ആളുകൾക്കാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട്. എന്താ വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അപ്പോൾ അള്ളാഹു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അംന് നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ്. ആർക്കാ അള്ളാഹുവിൻ്റെ നിർഭയത്വം? അള്ളാഹുവിൻ്റെ നിർഭയത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അള്ളാഹു ഈ ഭൂമിയിൽ ഇസ്തിഖ്ലാഫ് നൽകും, പ്രാതിനിധ്യം നൽകും. അതേപോലെ തന്നെ വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അള്ളാഹു തൃപ്തിപ്പെട്ടേകിയ ദീനിന് മേൽക്കോയ്മയും സ്വാധീനവും ആധിപത്യവും നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, പേടിച്ചരണ്ട് ജീവിക്കുന്ന നാളുകൾക്കപ്പുറം അള്ളാഹു നിർഭയത്വം അവർക്ക് പകരം നൽകും. അപ്പം അള്ളാഹുവിൽ നിന്നുള്ള നിർഭയത്വം അത് വിശ്വാസികൾക്കാണ്. സുഹൃതം, സൽപ്രവൃത്തി അനുഷ്ഠിച്ച് വിശ്വാസത്തെ മാറ്റുകൂട്ടുന്നവർക്കാണ്. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ എന്നാണ്. അവർ എന്നെ ആരാധിക്കണം, എന്നിൽ യാതൊന്നിനെയും അവർ പങ്കു ചേർക്കരുത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളായ സമൂഹം, എങ്ങനെയുള്ള വിശ്വാസികളായ സമൂഹം? കളങ്കരഹിതമായ, കപടമുക്തമായ, നിഷ്കളങ്കവും നിഷ്കപടവുമായ വിശ്വാസത്തിൻ്റെ ആളുകൾ, ഈമാൻ എന്ന മേൽവിലാസം പേർന്നവർ. അവർ സൽപ്രവൃത്തി കൊണ്ട് അവരുടെ ഈമാനിനെ മാറ്റിക്കൂട്ടുകയാണ് എങ്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാഗ്ദാനം. അങ്ങനെ അല്ലാഹു അംന് പ്രദാനം ചെയ്യുന്നവനാണ്, നിർഭയത്വം പ്രദാനം ചെയ്യുന്നവനാണ്. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. الذين آمنوا, വിശ്വസിച്ചവർ, ولم يلبسوا إيمانهم بظلم, ഈമാനിൽ ഷിർക്ക് കലർത്താത്തവർ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു അംന്, നിർഭയത്വം, അവർക്കാകുന്നു നിർഭയത്വം. ആരാ നിർഭയത്വം കൊടുക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ നിർഭയത്വം അരുളുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ ആ അർത്ഥത്തിലാണ് അൽ മുഅ്മിൻ എന്ന പേര്, അല്ലെങ്കിൽ ആ മുഅ്മിൻ എന്ന പേരിനുള്ള മറ്റൊരർത്ഥമാണ് അത്. അത് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും പടച്ച തമ്പുരാൻ്റെ അംനുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അള്ളാൻ്റെ ഔലിയാക്കൾ, അവർക്ക് ഖൗഫില്ല, പേടിയില്ല, അവർക്ക് ദുഃഖം ഇല്ല, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് പേടിയില്ല. ആർക്കാ? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്.
പേടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് നിർഭയത്തുണ്ട് എന്നർത്ഥം. അപ്പം നിർഭയത്തായിരിക്കാം അള്ളാൻ്റെ ഔലിയാക്കൾക്ക്. ആരാ അള്ളാൻ്റെ ഔലിയാക്കൾ? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാ? അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലദീന ആമനു വിശ്വസിച്ചവർ, വകാനു യത്തഖൂൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവർ, അവരാണ് ഔലിയാക്കൾ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ തഫ്സീർ വന്നിട്ടുണ്ട് ആരാണ് വലിയ എന്നുള്ളത്. ചിലർ മനസ്സിലാക്കുന്ന വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിൻ്റെ മൂലക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മക്കാമിൻ്റെ സൈഡിൽ ഒരു പച്ചപ്പുറപ്പും തലയിക്കൊട്ടും കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണെന്നാണ്. അങ്ങനെയല്ല. വലിയ എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണ്. തഖ്വയാണ് അയാളുടെ ജീവിത സരണി. പടച്ചോനെ ഭയന്ന് അള്ളാഹു കൽപ്പിച്ചത് പ്രയോഗവൽക്കരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതിൽ നിന്ന് വിട്ടുനിന്ന് ധർമ്മനിഷ്ഠമായ ഭക്തിപൂർണമായ ജീവിതം ഇത് അനുഷ്ഠിക്കുന്നവൻ അവനാണ് വലിയ. അവർക്ക് ഖൗഫില്ല, പേടിയില്ല, അവർക്ക് ഹുസ്ൻ, ദുഃഖമല്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം കനിയുന്നതായിരിക്കാം അവൻ്റെ ഔലിയാക്കൾക്കാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ചവർ അള്ളാഹ്ക്ക് ദിക്റെടുത്ത് മനസ്സ് ശാന്തി അടഞ്ഞവർ. എന്നിട്ട് പറയണം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയുക, ബിദിക്രില്ലാഹ് അള്ളാഹ്ക്കുള്ള ദിക്ർ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ് മനസ്സുകൾ ശാന്തി അടയുന്നത്. അപ്പം മനസ്സുകൾക്ക് ശാന്തി അള്ളാഹു പകരും, സമാധാനം അള്ളാഹു കനിയും. ആർക്ക്? അള്ളാഹുവിനുള്ള ശുക്റും അള്ളാഹുവിനുള്ള ദിക്റും അത് ഉള്ളവർക്ക് ഇഹത്തിലും നാളെ പരത്തിലും. അള്ളാഹു പറയില്ലേ ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. ഉദ്ഖുലൂഹാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, ബിസലാമിൻ സമാധാനത്തോടു കൂടി, ആമിനീൻ നിർഭയരായിക്കൊണ്ട്. ഇതാരോടെ പറയാം? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. ഇന്നൽ മുത്തഖീൻ തീർച്ചയായും മുത്തഖീങ്ങൾ, ഫീ ജന്നാത്തിൻ സ്വർഗീയ തോട്ടങ്ങളിലും, വഉയൂൻ സ്വർഗീയ അരുവികളിലുമാണ്. അപ്പൊ സ്വർഗീയ തോട്ടങ്ങളും സ്വർഗീയ അരുവികളും അനന്തരമാക്കി അതിലെ സുഖങ്ങളെടുത്ത് മുത്തഖീങ്ങൾ നാളെ സ്വർഗത്തിനാണ്. അള്ളാഹു വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറയാം? ഉദ്ഖുലൂഹാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, ബിസലാം. അതേപോലെ ആമിനീൻ നിർഭയരായിക്കൊണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു നിർഭയത്വം അരുളുന്നവനാണ്. അത് ദുനിയാവിലും നാളെ ആഖിറത്തിലും. അതിൻ്റെ അർഹർക്ക് മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. മൻ ജാഅ ബിൽ ഹസന ഒരു നന്മയുമായി വരുന്നവൻ, ഫലഹു ഖൈറും മിൻഹാ അവൻ അതിനേക്കാൾ ഉത്തമമായതാണ് പ്രതിഫലം. ഒരു നന്മയായിട്ട് വരുന്നവൻക്ക് അതിനേക്കാൾ ഉത്തമമായതാണ് പ്രതിഫലം. വഹും നന്മയുമായി വരുന്നവർ മിൻ ഫസഇ യൗമഇദിൻ അന്നേ ദിവസത്തിലെ പേടിയിൽ നിന്ന് ഭീതിയിൽ നിന്ന് ആമിനൂൻ നിർഭയരാകുന്നു. നന്മ കൊണ്ട് വരുന്നവർ അവിടേക്ക് പരലോകത്തേക്ക് അവർ മിൻ ഫസഇ യൗമഇദിൻ അന്നേ ദിവസം പരലോകത്തിലെ ഭീതിജനകമായ അവസ്ഥ, പേടിപ്പെടുത്തുന്ന അവസ്ഥ, അതിൽ നിന്ന് ആമിനൂൻ നിർഭയരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആരാ നിർഭയത്വം കൊടുക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ആർക്കാ കൊടുക്കുക? നന്മയുമായി സുഹൃതവുമായി പരലോകത്ത് വരുന്നവർക്ക് എന്നാണ്. എന്നാൽ തിന്മയായിട്ട് വരുന്നവർക്കോ വമൻ ജാഅ ബിസയ്യിഅ ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. തിന്മയായിട്ട് പരലോകത്ത് വന്നാലോ ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ അവരുടെ മുഖം നരകത്തിൽ മുഖം കുത്തിയിട്ടാണ് അവരെ തള്ളുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. കുബ്ബത് വുജൂഹുഹും ഫിന്നാർ നരകത്തിൽ അവരെ മുഖം കുത്തി തള്ളിയിടും. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. എന്നിട്ട് അവരോട് പറയുകയും ചെയ്യും, നിങ്ങൾ ചെയ്തതിനല്ലാതെ പ്രതിഫലം നൽകാൻ പറ്റുമോ? അപ്പം തിന്മയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പേടിയാണ്, ഭീതിയാണ്, നരകാണ്. നന്മയായിട്ട് വന്നാലോ അന്ന് ഭീതിയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭീതിയെ തൊട്ട് അവർക്ക് നിർഭയത്വം നൽകും എന്നാണ് പറയുന്നത്. അള്ളാഹു അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ
നിർഭയത്വമരുളലാണ് ആ പേര് തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുന്നത്. മറ്റൊരർത്ഥം, അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഒരാൾക്കും അണു അളവ് അക്രമം അത് വരുത്തൂല. അതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നിർഭയത്വം നൽകും. പടച്ചോൻ ആരെയും അണു അളവ് ദ്രോഹിക്കൂല. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ആരെയും ആക്രമിക്കുകയില്ല. ഈ വിഷയത്തിൽ ദാസന്മാർക്ക് ഉറപ്പ് നൽകിയവനാണ് അള്ളാഹു. അതാണ് അൽ മുഅ്മിൻ എന്ന നാമം അർത്ഥാക്കുന്നത്. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഇന്നല്ലാഹ് തീർച്ചയായും അള്ളാഹു ലാ യദ്ലിമു അവൻ അക്രമം കാണിക്കൂല. മിസ്ഖാല ദർറത്തിൻ, എന്താ ദർറത്ത്? ദർറത്ത് എന്ന് പറഞ്ഞാൽ പരമാണു നമ്മൾ അർത്ഥം പറയാം. ദർറത്ത് എന്ന് പറഞ്ഞാൽ ചുവന്ന ചെറിയ ഉറുമ്പിന് ദർറ എന്ന് പറയും. ചെറിയ ചുവന്ന ഉറുമ്പിന് പറയും ദർറ. അതാണ് ദർറത്തിൻ്റെ പദാർത്ഥം. പിന്നെ ഏറ്റവും ചെറുതിനൊക്കെ ദർറ ദർറ പ്രയോഗിച്ച് പരമാണു എന്ന് ദർറക്ക് ഉദ്ദേശാർത്ഥം പറയും. ആ അർത്ഥം ശരിയാണ്. പരമാണുവിൻ്റെ തൂക്കം അള്ളാഹു അക്രമം കാണിക്കൂല എന്നാണ്. ഇങ്ങനെ ദാസന്മാർക്ക് താൻ അക്രമം അളവ് കാണിക്കൂല എന്നുള്ളതിൽ ഉറപ്പ് നൽകുന്നവനാകുന്നു അള്ളാഹു. അള്ളാഹു അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം അതാണ്. ഒരു ഹദീസിൽ സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഇമാം മുസ്ലിമിൻ്റെ ഹദീസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്നാണ് ഹദീസ്. എന്താ? അനസ് പറയാം, കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലായിരുന്നു. ഫദഹിക്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരി തൂകി. ഫഖാൽ, തിരുനബി ചോദിച്ചു, ഹൽ തദ്റൂൻ മിമ്മ അദ്ഹക്, ഹൽ തദ്റൂൻ മിമ്മ അദ്ഹക്, ഞാൻ എന്തിനാണ് ചിരിക്കണത് എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഖാല ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം. അനസ് പറയാണ്, ഞങ്ങൾ പറഞ്ഞു അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലിനാണ് നന്നായിട്ട് അറിയാം. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മിൻ മുഖാതബത്തിൽ അബ്ദി റബ്ബഹു, ദാസൻ അള്ളാഹുവിനോട് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. അതാലോചിച്ച് അല്ലെങ്കിൽ അതറിഞ്ഞിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. അന്ത്യനാളിൽ വിചാരണയുടെ വേദിയിൽ ഒരടിയാൻ അള്ളാഹുവിനോട്, രക്ഷിതാവിനോട് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. ആ സംഭാഷണം അതറിഞ്ഞിട്ടാണ് ഞാൻ ചിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. യഖൂൽ, എന്താണ് അള്ളാഹു റബ്ബിനോട് പറയാ? എന്താണ് ദാസൻ റബ്ബിനോട് പറയാ? ദാസൻ എന്താ പറയാ? യാ റബ്ബ് അലം തുജിർനി മിൻ അബ്ദുൽ, റബ്ബേ അലം തുജിർനി മിൻ അബ്ദുൽ, അക്രമം ചെയ്യൂല എന്നതിൽ നീ എനിക്ക് നിർഭയത്വം നൽകിയിട്ടില്ലേ? ഒരു ദാസൻ അള്ളാഹിനോട് പറയാണ് ഇവിടുന്ന് പരലോക കോടതിയിൽ വിചാരണയുടെ വേദിയിൽ, അലം തുജിർനി മിൻ അബ്ദുൽ, ഒരു അണുവളവ് അക്രമം ചെയ്യൂല എന്ന് നിർഭയത്വം നീ എനിക്ക് നൽകിയിട്ടില്ലേ? അപ്പൊ അള്ളാഹു പറയും, ബല, ഞാൻ അങ്ങനെ നൽകിയിട്ടുണ്ട്, ഞാൻ ഒരിക്കലും അക്രമം കാണിക്കൂല, ആ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ ദാസൻ പറയും, നോക്കണം, അള്ളാഹിനോടുള്ള ആ സംഭാഷണത്തിൽ ആ ദാസൻ പറയുന്നതാണ്. എന്താ ദാസൻ പറയാ? ഫയഖുൽ ഫഇന്നി ലാ ഉജീസു അലാ നഫ്സി ഇല്ലാ ഷാഹിദൻ മിന്നി. ദാസൻ അള്ളാഹിനോട് പറയുന്നത് എന്താണെന്നറിയോ? എങ്കിൽ അള്ളാഹുവേ, ലാ ഉജീസു അലാ നഫ്സി ഇല്ലാ ഷാഹിദൻ മിന്നി, എനിക്കെതിരിൽ എന്നിൽ നിന്നുള്ള ഒരു സാക്ഷിയെ മാത്രമേ ഞാൻ സമ്മതിക്കൂ. വിചാരണയുടെ വേദിയിൽ അള്ളാഹു വിചാരണ നടത്തുമ്പോൾ സാക്ഷികളെ കൊണ്ടുവരും അല്ലേ? ആരൊക്കെ സാക്ഷികൾ? നബിമാരുണ്ടാകും, ഇതര സാക്ഷികൾ ഉണ്ടാകും, ഭൂമി തന്നെയും സാക്ഷിയാണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയും. ഭൂമി മനുഷ്യർക്ക് അനുകൂലവും പ്രതികൂലമായിട്ട് സാക്ഷി പറയും അല്ലേ? പലതും സാക്ഷികളാണ് പരലോക കോടതിയിൽ. പക്ഷെ ഈ ദാസൻ അള്ളാഹിനോട് പറയും, എനിക്കെതിരിൽ സാക്ഷിയായിട്ട് എന്നിൽ നിന്നുള്ള അവയവം അതേ ഞാൻ സമ്മതിക്കുള്ളൂ. ഇത് അള്ളാഹിനോട് പറയും. അപ്പം എങ്ങനെയുണ്ട്? ഫയഖുൽ, അള്ളാഹു പറയും, കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഷഹീദ, എങ്കിൽ നിനക്കെതിരിൽ ഇന്ന് സാക്ഷിയായി നീ മതി. വബിൽ കിറാമിൽ കാതിബീന ഷുഹൂദ, മാന്യന്മാരായ എഴുത്തുകാർ, മലക്കുകൾ, അവരും സാക്ഷികളായിട്ട് മതി. മലക്കുകളുടെ സാക്ഷ്യം കഴിഞ്ഞിട്ടുണ്ട്, അവരതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കെതിരിൽ ഇന്ന് സാക്ഷിയായിട്ട് നീ മതി. എന്താ അള്ളാഹു ചെയ്യാ? ഫയുഖ്തമു അലാ ഫീഹി, ആ മനുഷ്യന്റെ തൊള്ളക്ക് സീല് വെക്കും.
പിന്നെ അവർക്ക് മിണ്ടാൻ പറ്റൂല. തൊള്ളക്ക് അള്ളാഹു സീല് വെക്കും. ഫയുഖാലു ലി അർക്കാനിഹി, മനുഷ്യന്റെ കൈകാലുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അല്ലെങ്കിൽ കൈകാലുകളോട് പറയപ്പെടും, ഇൻതിഖി, സംസാരിക്കാൻ പറയും. മനുഷ്യൻ പറയാണ്, എൻ്റെ ശരീരത്തിൽ നിന്നുള്ള സാക്ഷിയെ ഞാൻ സ്വീകരിക്കുള്ളൂ, അതായത് സമ്മതിക്കുള്ളൂ. സ്വീകരിക്കുള്ളൂ എന്നല്ല, ഞാൻ സമ്മതിക്കുള്ളൂ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ മതി. അവൻ്റെ ആ തൊള്ളക്ക് അള്ളാഹു സീല് വെക്കും. അവൻ്റെ കൈകാലുകളോട് അള്ളാഹു പറയും, ഇൻതിഖി, സംസാരിക്കും. ഖാല ഫതൻതിഖു ബി അഅമാലിഹി, കൈകാലുകൾ അവൻ്റെ ചെയ്തികളെ കുറിച്ച് സംസാരിക്കും. അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് അവൻ്റെ കൈകാലുകൾ പറയും, അവയവങ്ങൾ പറയും. ഹദീസിൽ കാണാം, സുമ്മ യുഖല്ല ബൈനഹു വ ബൈനൽ കലാം. അപ്പൊ താൻ ചെയ്തതൊക്കെ അവൻ്റെ അവയവങ്ങൾ വിളിച്ചു പറയാലോ. തൊള്ള സീല് വെക്കപ്പെട്ടിട്ട് തൊള്ള പറയില്ല, ബാക്കിയുള്ള അവയവങ്ങൾ പറയും. പിന്നെ അവന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവനെ വിടും. ഇനി എനിക്ക് പറയാനുള്ളത് പറഞ്ഞു പറയും. അവയവങ്ങളുടെ സാക്ഷി നിർവഹണം കഴിഞ്ഞാൽ അവനോട് പറയും, നിനക്ക് പറയാനുള്ളത് പറഞ്ഞു. അപ്പൊ എന്താ അവയവങ്ങളോട് പറയാന്നറിയോ? അവയവങ്ങളെ ചീത്തറി ശപിക്കും. നിങ്ങൾക്ക് നാശം. കൈകാലുകളോട്, ഓന്റെ കൈകാലുകളോടാ പറയുന്നത്, നിനക്ക് നാശം, നിങ്ങൾക്ക് നാശം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തരാൻ തർക്കിച്ച്. എന്നിട്ട് നിങ്ങൾ ഞാൻ ചെയ്തതൊക്കെ വിളിച്ചു പറയാം. ഇതാണ് അവൻ്റെ അവയവങ്ങളോടുള്ള പ്രതികരണം. ഇത് നാളെ പരലോക കോടതിയിൽ നടക്കാനുള്ളതാണ്. ചിലരുടെ വിചാരണയുടെ വിഷയത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിപ്പ് നൽകപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചതാണ് അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. അതാണ് റസൂലുള്ളാഹി ചോദിക്കുന്നത്, ഹൽ തഅരിഫൂൻ മിമ്മാ അദ്ഹക്, എന്തിനാണ് ഞാൻ ചിരിക്കണത് നിങ്ങൾക്കറിയോ? ഇതാലോചിച്ചിട്ടാണ് ദാസന്റെ ഈ ഒരു സ്വഭാവം. അള്ളാഹിനോട് പറയാണ്, എന്നിൽ നിന്നുള്ളൊരു സാക്ഷിയെ ഞാൻ സമ്മതിക്കുമോ? അപ്പോൾ ആയിക്കോട്ടെ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് വായക്കാൻ സീലാക്കും. പിന്നെ അവയവങ്ങളോട് സംസാരിക്കാൻ പറയുമ്പോൾ അവയവങ്ങൾ അവൻ്റെതെല്ലാം, അവനെടുത്തതും അവന് കൊടുത്തതും അവന് പിടിച്ചതും അവന് നോക്കിയതും അവൻ കണ്ടതും കേട്ടതും നടന്നതും ചെയ്തതും ഒക്കെ അവയവങ്ങളാണ് വിളിച്ചു പറയണം. അപ്പോൾ അവനക്ക് അവയവങ്ങളോട് ദേഷ്യം. നിങ്ങൾക്ക് വേണ്ടി എത്രയേരം ഞാൻ തർക്കിച്ച്, നിങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞിട്ട് അവൻ പ്രതികരിക്കുമെന്നാണ്. ഇവിടെ ഈ സംഭവത്തിൽ നമ്മളുടെ വിഷയം എന്താണ്? വിഷയം ഒരു ദാസൻ അള്ളാഹുവിനോട് പറയുമെന്നാണ്, അലം തുജിർനി മിൻ അബ്ദുൽ, അന്യായം, അക്രമം എന്നിൽ നിന്ന് വരില്ല എന്നതിൽ നീ എനിക്ക് നിർഭയത്വം നൽകിയിട്ടില്ലേ? അപ്പം അള്ളാഹു അടിയാറുകൾക്ക് തൻ്റെ പക്കൽ നിന്ന് ഒരന്യായവും ഒരക്രമവും ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് നൽകിയിട്ട്. അതാണ് അൽ മുഅ്മിൻ എന്ന നാമം തേടുന്ന, അർത്ഥമാക്കുന്ന മറ്റൊരു ആശയം. അതേപോലെ അൽ മുഅ്മിൻ എന്ന നാമം തേടുന്ന മറ്റൊരാശയം, അള്ളാഹു വാഗ്ദാനങ്ങളെ സത്യപ്പെടുത്തുന്നവനാണ്. വാഗ്ദാനങ്ങൾ യഥാവിധം സത്യപ്പെടുത്തുന്നവനാണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പത്തെ ക്ലാസ്സിൽ ഖുൽ സദഖല്ലാഹ് എന്ന ക്ലാസ്സിൽ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവചനത്തിൽ സത്യവാനാണ്. അള്ളാഹു അവൻ്റെ വാഗ്ദാനങ്ങൾ സത്യമായി പുലർത്തുന്നവനുമാണ്. അതുകൊണ്ടാണ് സ്വർഗവാസികൾ അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അവൻ്റെ വാഗ്ദാനം അവൻ ഞങ്ങളോട് സത്യസന്ധമായി പുലർത്തിയിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയും. കാരണം എന്താ? സുഹൃതം പ്രവർത്തിക്കുന്നവർക്ക്, വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം ചെയ്ത് അള്ളാഹു നിർവഹിക്കും, സത്യസന്ധമായി പുലർത്തും. ഈ അർത്ഥത്തിൽ വാഗ്ദാനം ചെയ്തത് സത്യസന്ധമായി പുലർത്തുമെന്ന അർത്ഥത്തിൽ അൽ മുഅ്മിൻ എന്ന അള്ളാഹുവിൻ്റെ നാമം പ്രയോഗിക്കപ്പെടും. ആ ആശയത്തിലുമുണ്ട്. അതിൽ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ അസ്മാ റളിയല്ലാഹു തആല, അസ്മാ ബിൻത് ഉമൈസ്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രക്തസാക്ഷിത്വ വേളയിൽ അദ്ദേഹം മരണത്തോടടുക്കുന്ന സമയം, സക്രാത്തിൽ അടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബോധം പോയി. അങ്ങനെ ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു എന്ന് പറഞ്ഞ് അള്ളാഹു തൻ്റെ വാഗ്ദാനം ഞങ്ങളോട് സത്യസന്ധമായി പുലർത്തിയിരിക്കുന്ന അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ മരണത്തെ സ്വീകരിച്ച ചരിത്രം അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. അള്ളാഹു എന്തൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ടോ അതിൽ അള്ളാഹു സത്യസന്ധനാണ്. അത് സത്യമായി അള്ളാഹു പുലർത്തുക തന്നെ ചെയ്യും.
വനാദ അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബന്നാർ അൻ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ ഖാലൂ നഅം എന്ന് തുടങ്ങി സൂറത്ത് ആറാഫിൽ നമ്മൾ സ്വർഗവാസികളും നരകവാസികളും അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു, നരകവാസികൾ നരകത്തിലും പ്രവേശിച്ചു. സ്വർഗത്തിലുള്ളവർ നരകത്തിലുള്ളവരെ കാണും, നരകത്തിലുള്ളവർ സ്വർഗത്തിലുള്ളവരെയും കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കും. സ്വർഗത്തിലുള്ളവർ നരകത്തിലുള്ളവരോട് സംസാരിക്കും, നരകത്തിലുള്ളവർ സ്വർഗത്തിലുള്ളവരോട് സംസാരിക്കും. അതുകൊണ്ടാണ് നരകത്തിലുള്ളവർ നരകച്ചൂടിൽ നരകത്തിൻ്റെ ഇന്ധനമായിട്ട് കരിയുമ്പോൾ അവർ സ്വർഗവാസികളോട് പറയും, അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനമായി നൽകിയതിൽ നിന്നും അതേപോലെ തന്നെ സ്വർഗത്തിലുള്ള വെള്ളം അത് ഞങ്ങളിലേക്ക് ഒഴുക്കി തരൂ എന്നൊക്കെ നരകവാസികൾ സ്വർഗവാസികളോട് കേഴും. അപ്പോൾ സ്വർഗവാസികൾ നരകവാസികളോട് പ്രതികരിക്കും, ഇന്നല്ലാഹ ഹറമഹുമ അലൽ കാഫിരീൻ, വെള്ളവും സ്വർഗീയ ഉപജീവനവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. അല്ലേ? ഈ സംഭാഷണം അത് ആഖിറത്തിലുണ്ട്. അതിലൊരു സംഭാഷണമാണ് വനാദ അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബന്നാർ, നരകവാസികളെ സ്വർഗവാസികൾ വിളിക്കും. എന്നിട്ട് എന്താ പറയാ? അൻ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ, സ്വർഗവാസികൾ പറയാണ്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യമായി പുലർന്നത് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു, കണ്ടിരിക്കുന്നു. ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ കണ്ടോ എന്നാണ് നരകവാസികളോട് ചോദിക്കുക. ഇവിടെ ഈ സ്വർഗവാസികളുടെ ഈ പ്രഖ്യാപനം, നരകവാസികളോടുള്ള വിളംബരം എന്താ? അൻ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് പുലർന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നു. പടച്ചോന്റെ വാഗ്ദാനം സത്യസന്ധമാക്കി പുലർത്തിയത് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. അത് നമ്മൾ എന്താ മനസ്സിലാക്കണത്? അള്ളാഹു അവൻ്റെ വാഗ്ദാനത്തിൽ സത്യസന്ധനാണ്, അത് അള്ളാഹു പുലർത്തും. ആ അർത്ഥത്തിലാണ് അൽ മുഅ്മിൻ എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹുവിൻ്റെ പേര്. ഇതേപോലെ അൽ മുഅ്മിൻ എന്ന നാമം പല വിധികളും അതേപോലെ പല തേട്ടങ്ങളും അറിയിക്കുന്നുണ്ട്. അള്ളാഹു നിർഭയത്തെ കനിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ദാസന്മാർ നിർഭയത്വത്തിലായിരിക്കണം. അവർ നിർഭയത്വം ആളുകൾക്ക് പ്രദാനം ചെയ്യും വേണം, നിർഭയത്വം ആളുകൾക്ക് പ്രദാനം ചെയ്യും വേണം. ഭീതി ഉണ്ടാക്കാൻ പാടില്ല, പേടി ഉണ്ടാക്കാൻ പാടില്ല. ആളുകൾക്ക് സമാധാനാന്തരീക്ഷം സമ്മാനിക്കണം. അതാണ് അൽ മുഅ്മിൻ എന്ന നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നിർഭയത്വം ഇഷ്ടപ്പെടുന്നവനും നിർഭയത്വം നൽകുന്നവനാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ നിർഭയത്വത്തെ കാക്ഷിക്കുന്നവരും നിർഭയത്വ അന്തരീക്ഷം അത് നിലനിർത്തുന്നവരാകണം. ഭീതി ഉണ്ടാക്കാൻ പാടില്ല, പേടി ഉണ്ടാക്കാൻ പാടില്ല, മനുഷ്യന്മാരെ ഹനിക്കാൻ പാടില്ല. ഒരു ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ ഒരു അപരന് നിർഭയത്വം നൽകി. ഒരാൾ മറ്റൊരാളുടെ വിഷയത്തിൽ അയാൾക്ക് നിർഭയത്താണ്, എന്നിട്ട് ആ മനുഷ്യനെ ഒരാൾ കൊന്നിട്ടുണ്ട് എങ്കിൽ അന ബരീഉം മിൻഹു എന്നാണ്. വഇൻ കാനൽ മഖ്തൂലു കാഫിറൻ, കൊല്ലപ്പെട്ടവൻ കാഫിറാണെങ്കിലും ശരി കൊന്നവനിൽ നിന്ന് ഞാൻ നിരുത്തരവാദിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരാൾ അയാളുടെ വിഷയത്തിൽ ലോകം നിർഭയത്വത്തിലാണ്. ഇപ്പം നമ്മുടെ അയൽവാസികൾ എന്തിനാണ് നമ്മളെ ചുറ്റും വന്ന് പാർക്കണത്? ഇവനൊന്നും ഇന്ന് ചെയ്യൂലെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊരു നാട്ടിൽ താമസിക്കുമ്പോൾ ആ നാട്ടിലുള്ളവർ നമ്മുടെ വിഷയത്തിൽ നിർഭയത്വത്തിലാണ്. കാരണം നമ്മൾ അയാളെ ദ്രോഹിക്കൂല, ഉപദ്രവിക്കൂല എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെ ഒരാളിൽ നിന്ന് ആളുകൾ അയാൾ കൊല്ലൂല, ആക്രമിക്കൂല എന്ന വിഷയത്തിൽ നിർഭയരാണ്. എന്നിട്ട് ആ മനുഷ്യൻ നിർഭയത്വത്തിൽ കഴിയുന്ന ആളുകളെ കൊന്നിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന ബരീഉം മിൻ വലൗ കാന വഇൻ കാനൽ മഖ്തൂലു കാഫിറൻ, കൊല്ലപ്പെട്ടവൻ കാഫിറാണെങ്കിലും ശരി ഞാൻ ആ മനുഷ്യനിൽ നിന്ന്, ആ കൊന്നവനിൽ നിന്നും നിരുത്തരവാദിയാണ്, ഞാൻ അവനിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അയാൾക്ക് റസൂലുള്ളാഹിയായിട്ട് യാതൊരു ബന്ധമല്ല എന്നർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദീൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അൽ മുഅ്മിൻ എന്നുള്ള പേര് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തേട്ടങ്ങളിലും അതിൻ്റെ വിധികളിലും പെട്ട കാര്യങ്ങളാണ്. നമ്മൾ സമാധാനവും അതേപോലെ നിർഭയത്വവും കാക്ഷിക്കുന്നവരായിരിക്കണം. സമാധാനാന്തരീക്ഷം, നിർഭയത്വമായ ഒരു സ്ഥിതിവിശേഷം അത് നമ്മളാൽ ഇവിടെ കളിയാടണം എന്നുള്ളതാണ്. വേറെയും ചില ആശയങ്ങളും തേട്ടങ്ങളും വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ
മറ്റു നാമങ്ങളെക്കുറിച്ചുള്ളതായ പരാമർശങ്ങളും സംസാരങ്ങളും വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ നമുക്ക് തുടർത്തി സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ റഹ്മത്തും ബർക്കത്തും നഫ്ഹത്തും നമ്മളിൽ നമ്മുടെ ഈ വേദിയിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ നല്ല ശ്രേഷ്ഠമായൊരു വേദിയിൽ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ നമ്മളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها رخاءها وجنودها وحدودها يا حي يا قيوم يا ذا الجلال والإكرام. اللهم من أرادها بسوء فأشغله في نفسه واجعل كيده في نحره واجعل تدبيره تدميرا عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.